ഗൈസ്, അപ്പം ഇന്നത്തെ നമ്മളുടെ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഷോപ്പിംഗ് എന്താണെന്ന് വെച്ചാൽ ഞാൻ വെറുതെ നമ്മളൊന്ന് കയറിയതാണ്. ഇപ്പം ഞാൻ എൻ്റെ PT മീറ്റിംഗ് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് പാണ്ട കണ്ടു. അപ്പം പാണ്ടയിൽ കുറച്ച് ഓഫേഴ്സൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് വന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു കുട്ടി വ്ളോഗ് എടുക്കാമെന്ന്. സോ ഗൈസ്, ഞാനിപ്പം വീഡിയോ എടുത്തത് ഈ ഒരു മിൽക്കിൻ്റെ ഏരിയയിലാണ്. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ബൈ ദിസ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഫുള്ള് മിക്സി ആയിട്ടുള്ള സംഭവം. ഇതിൻ്റെ ഫ്രൂട്ട്സിൻ്റെ മിക്സി ഞാൻ എപ്പോഴും വാങ്ങുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇത് വാങ്ങാമെന്ന് വിചാരിച്ചു. മിക്സി 4 രൂപ കേട്ടോ. ഞാൻ വിചാരിച്ചത് വാങ്ങാം. നെക്സ്റ്റ് വാട്ട് ഐ വിൽ ബൈ. ഇത് ഫുള്ള് കോൾഡ് ഏരിയ കേട്ടോ ഗൈസ്. ഫുള്ള് തണുത്ത ഐസ്ക്രീംസ് എല്ലാം വെക്കുന്ന ഏരിയയാണ്. അപ്പം എനിക്ക് തണുക്കുന്നൊക്കെ ഉണ്ട്. ആൻഡ് ഓക്കെ ഗൈസ്, വാട്ട്സ് ഇറ്റ്. അപ്പം ഞാൻ എന്തായാലും ഇത് പോയി എടുത്ത് വെക്കട്ടെ. ആൻഡ് വേറെ ഞാൻ ഒരു ബ്രൗണി ഞാനിവിടെ തപ്പി നടക്കുന്നുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രൗണി ഉണ്ട്. നമ്മളുടെ ഈ ഡോണറ്റ്സൊക്കെ ഇവിടെ ഇങ്ങനെ കേക്ക് പോലെ കിട്ടും. ഇങ്ങനെ ജസ്റ്റ് ബൈ ചെയ്യാൻ. അപ്പം അതിൻ്റെ കൂടെ ബ്രൗണിയും കിട്ടും. അപ്പം ഞാനിവിടെ ബ്രൗണി നോക്കി നടക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഗൈസ്, പിന്നെ എനിക്ക് ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഏതാണ്ട് ഉപ്പും പുളിയും എല്ലാം ഉണ്ടാവും. സോ എന്തായാലും ഞാൻ ആ ബ്രൗണി ഒന്ന് നോക്കട്ടെ. ഞാൻ എത്ര നോക്കിയിട്ട് എനിക്ക് ബ്രൗണി കിട്ടുന്നില്ല. എന്തായാലും നോ പ്രോബ്ലം. ആൻഡ് ഡിങ്കും കണ്ണനും ആരുമില്ല ഗൈസ്. ഞാനും അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. കാരണം PT മീറ്റിംഗ് അല്ല, അവരെ കൊണ്ടുവരണ്ടെന്ന് വിചാരിച്ചു. അപ്പം എന്താണ് എനിക്ക് എന്താ പറയുക, ഇങ്ങനെ ഈ ഒരു ഞാൻ ജസ്റ്റ് നമ്മൾ വരുന്ന വഴി പാണ്ടയിലൊന്ന് കയറിയതാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി ഓഫേഴ്സൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് ഞാൻ. പക്ഷെ എനിക്ക് ബ്രൗണി ഇവിടെ കിട്ടണമെന്നുണ്ടായിരുന്നു. ബട്ട് നോട്ട് ഗൈസ്. ലുലുവിലും നെസ്റ്റോയിലൊക്കെ എനിക്കൊന്ന് കിട്ടുമെന്ന്. ഇതിപ്പോൾ പാണ്ടയല്ല, അപ്പം കിട്ടാൻ ചാൻസ് കുറവാണ്. ഇവിടെ ഇത് പറയുന്ന പോലെ ഓയിൽ, പിന്നെ ഈ ഫ്രൂട്ട്സ്, ബേക്കറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അതിൻ്റെ ഇവിടെ ക്രാഫ്റ്റൊന്നുമില്ല. ക്രാഫ്റ്റ് ഞാൻ ചോദിച്ചു നോക്കി, ബട്ട് ക്രാഫ്റ്റ് ഇല്ല കേട്ടോ ഗൈസ്. അവർ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സോൻ ഇറക്കിയിട്ടില്ല. ഇറക്കണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. സോ ഗൈസ് എന്താ, അപ്പം ഞാൻ ഇതൊന്ന് കൊണ്ടുവച്ചിട്ട് വരട്ടെ. എൻ്റെ കൈ തണുക്കുന്നു ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മറ്റേ ബ്രൗണി വാങ്ങണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. ബട്ട് ഗൈസ് ആ ബ്രൗണി കിട്ടി. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ബ്രൗണി. ഈ ഡോണറ്റ്സ് ഞാൻ എപ്പോഴും വാങ്ങാറുള്ളതാണ്. ബട്ട് ഈ പാണ്ടൻ അങ്ങനെ വാങ്ങത്തില്ലായിരുന്നു സാധനങ്ങളൊന്നും. അപ്പം ഗൈസ് ഇരിക്കുന്നു ബ്രൗണി. ഇതെനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞാനിത് എടുക്കട്ടെ ഗൈസ്. എന്താ പറയുക, ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചത്. ഫ്രൂട്ട്സിന് മാത്രം ഒരു സെപ്പറേറ്റ് എഴുതുന്നുണ്ട്. അപ്പം നമ്മൾ ഫ്രൂട്ട്സിന് ആ ഒരു ബില്ലടിക്കുകയാണ്. അതിനുശേഷം നമ്മളുടെ അല്ലാത്ത ഫ്രൂട്ട്സ് അല്ലാത്തതൊക്കെ ബില്ലടിക്കാം. ഞാൻ അമ്മയെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അമ്മ ഹായ് പറ ഗൈസ്. ഹായ്. ഓക്കെ ഗൈസ്, അച്ഛൻ അവിടെ വന്നു തോന്നുന്നു. ഓക്കെ, ഞാൻ ഇവിടെ ബ്രൗണി ഉണ്ടാവും എന്ന് വിചാരിച്ചില്ലായിരുന്നു. അപ്പം എന്താണ്, ഇവിടെ ഒരു ഇലക്ട്രിക് ബ്രഷ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ ഒരു ദിവസം ഇലക്ട്രിക് ബ്രഷ് വാങ്ങിച്ചു. ബട്ട് തീച്ച് നോക്കിയിട്ട് എനിക്ക് അത്ര കംഫോർട്ടായില്ല. ഞാൻ സാധാ ബ്രഷാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇലക്ട്രിക് ബ്രഷ് കണ്ടപ്പോൾ അതാണ് ഗൈസ് ഓർത്തത്. ഓക്കെ, PT മീറ്റിങ്ങിന് ഇപ്രാവശ്യം എനിക്ക് അത്ര നല്ല കുട്ടിയായെന്നൊക്കെ ആയിരുന്നു. ഇപ്രാവശ്യം എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇപ്രാവശ്യം ടീച്ചർ പറഞ്ഞു നല്ലോണം പഠിക്കുന്നുണ്ട്, സൂപ്പറാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി ഗൈസ്. അപ്പം നമ്മൾ പാണ്ടയിലൊക്കെ വന്ന്
ഇതൊക്കെ ഞാൻ വരുന്ന വഴിക്ക് ഒരു ബർഗറൊക്കെ കഴിച്ചിട്ടാണ് ടേസ്റ്റ് വന്നത്. എനിക്ക് വരുന്ന വഴിക്ക് ഞാൻ സ്കൂൾ വിട്ട് നേരെ അച്ഛൻ്റെ ഓഫീസിലേക്കാണ് ഞങ്ങൾ പോയത്. അപ്പം എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ബർഗറൊക്കെ തിന്നു. ജസ്റ്റ് എന്താണ് അവിടെ ബില്ലടിച്ച് കഴിഞ്ഞ് കാണും. ഞാനങ്ങോട്ട് ചെല്ലട്ടെ ഗൈസ്. സോ എന്താ വെറുതെ ഒരു ഷോപ്പിംഗ് വ്ലോഗ് അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഷോപ്പിംഗ് വ്ലോഗ് എടുക്കാൻ വിചാരിച്ചതാണ്. ഓക്കെ, ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ ഗൈസ്. ഇതൊരു മിനി വ്ലോഗായിരിക്കും. കാരണം ഞാൻ ഷോപ്പിങ്ങിൻ്റെ പകുതി ആയപ്പോൾ തന്നെയാണ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. എന്താ എനിക്കിനി കിൻഡർ ബിയോ എന്ന് പറഞ്ഞ ചോക്ലേറ്റ് ഇല്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് ഞാൻ ഒന്ന് വാങ്ങട്ടെ. അച്ഛനെ കാണിച്ചു തരാം. അച്ഛൻ ഹായ് പറച്ച. ഓക്കെ ഗൈസ്, ഇതാ ബില്ലടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ലൈസൊക്കെ എടുത്തു ഗൈസ്. അപ്പം നമ്മൾ ഇറങ്ങി. അതാ ബില്ലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പിന്നെ ഗൈസ്, അവിടെ തൊട്ട് അടുത്ത് വണ്ടി കിടപ്പുണ്ട് നമ്മളുടെ. അപ്പം എന്താ വലിയ ഇതാണ് കണ്ടോ, വലിയൊരു കുറേ ട്രോളി വലിയ ഇതാണ്. അപ്പം നമ്മൾ വിചാരിച്ചു വണ്ടി ഇങ്ങോട്ട് എടുക്കാമെന്ന്. അപ്പോൾ ഗൈസ് അമ്മ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു. ബട്ട് കുറച്ച് പേര് ഇതൊക്കെ ഉണ്ട്. നാട്ടിലല്ല അമ്മയ്ക്ക് ലൈസൻസ് ഒക്കെ കിട്ടും, പക്ഷേ ഇവിടെ കിട്ടില്ല. ആൻഡ് അമ്മയ്ക്ക് ആരെങ്കിലും കൂടെ ഇരുന്നാലാണ് കുറച്ചുകൂടി ഒന്ന് ഇതാവുന്നത്. എന്തായാലും അമ്മ വണ്ടി എടുക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ വണ്ടി. ഇതാ അമ്മ അകത്ത് ഇരിപ്പുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. സോ ഗൈസ്, അമ്മയാണിപ്പം വണ്ടി എടുക്കുന്നത്. ഇതാ അച്ഛൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ട്രോളി ഉണ്ട്, പോകാൻ പറ്റില്ല. അപ്പം വണ്ടി ജസ്റ്റ് ഇങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഗൈസ് നമ്മൾ വീടെത്തി. ഞാൻ ഈ കുറേ സംഭവങ്ങളൊക്കെ എടുക്കണം. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് വീട്ടിലെത്തിയിട്ട് കാണിച്ചു. ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഞാൻ മുടി മൊത്തം മാറ്റി. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ കുട്ടി വ്ലോഗ്. അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.